നമസ്തേ, ഞാൻ ഡോക്ടർ അജയ് കുമാർ, സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജറി, അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ. 2022 മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ കണക്ക് പ്രകാരം 4,43,366 ആൾക്കാർക്ക് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് തന്നെ 1,68,491 ആൾക്കാർ മരിച്ചുപോയി. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഈ ഒരു ട്രെൻഡാണ്. അതായത് ഒരുപാട് പേർക്ക് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്, അതിനകത്ത് വളരെ ഫേറ്റൽ ഇഞ്ചുറീസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ട്രോമ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പക്കാർക്കാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ ജീവിതം ബാക്കിയുള്ളവരുടെ ലൈഫുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ഒരു ഫാമിലി തന്നെ ചിലപ്പം നഷ്ടത്തിലായി പോവുകയും അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലായി പോവുകയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രോമ പേഷ്യൻസിനെ നല്ലപോലെ ട്രീറ്റ് ചെയ്ത് അവരെ ബാക്ക് ടു ലൈഫ് നോർമൽ ഏണിംഗ് മെമ്പറാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ട്രോമ കെയറിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ മെയിൻ ഹൈവേയുടെ സൈഡിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് പറ്റുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്നൊരു കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ തരത്തിലുള്ള ട്രോമ കേസുകളും കൈകാര്യം ചെയ്യാനുള്ള എക്സ്പെർട്ടൈസും അതിനുള്ള മാൻ പവറും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നമ്മുടെ ഈ ഹോസ്പിറ്റലിനുണ്ട്. നമുക്ക് വേണ്ട ഉള്ള കാർഡിയോതൊറാസിക് സർജൻ്റെയും വാസ്കുലർ സർജൻ്റെയും പ്ലാസ്റ്റിക് സർജൻ്റെയൊക്കെ സർവീസസ്, ന്യൂറോ സർജൻ്റെയൊക്കെ സർവീസസ് 24 hours ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് റേഡിയോളജി അങ്ങനെയുള്ള സർവീസസും ഒക്കെ റൗണ്ട് ദ ക്ലോക്ക് അവൈലബിൾ ആണ്.